ഗൈസ്, ഇന്ന് നമുക്കിനി ഒരു അല്പ സൗന്ദര്യവർദ്ധനവായാലോ? എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമ്മുടെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയാലോ? അപ്പോൾ അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചിടാം. അത് മുഴുവനായി ഞാനിതിലേക്ക് ഇട്ടു. ഇൻസ്റ്റൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ കോഫി പൗഡർ ആയാലും മതി. അപ്പോൾ നമുക്കിനി അതിലേക്ക് അടുത്തതായിട്ട് തൈര് ചേർക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ കിച്ചണിൽ. അപ്പോൾ ഒരു പാക്കറ്റ് കോഫി പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കേടും ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ നീരാണ്. അപ്പം ഒരു കോഫി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ തൈര്, അതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ നീര് 3/4 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 3 സാധനങ്ങളും നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു കോഫി പൗഡറിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല കളറൊക്കെ ഈ ഡാൽഗോണ കോഫിയുടെ ആ ഒരു ക്രീം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പുറത്തൊക്കെ പോയിട്ട് ചെയ്യുന്നത്? ഇനിയിപ്പോൾ പെട്ടെന്നൊരു ഗ്ലോ വേണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വേണം, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇത് 3 നന്നായി യോജിപ്പിച്ചു. ഇനി ഇത് നമ്മുടെ ഫേസിൽ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. 15 മിനിറ്റിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം. നമ്മളെപ്പോഴും ഒരു മേക്കപ്പോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് പരീക്ഷിക്കുക, അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഫേസിൽ മാത്രമല്ല നെക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇയറിലും ആ ഒരു പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് വേണം ഈ ക്രീം അല്ലെങ്കിൽ ഏത് പാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 ഭാഗങ്ങളും കവർ ചെയ്ത് വേണം. ഇല്ല എങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് ഒരിടത്ത് ബ്രൈറ്റായും ഒരിടത്ത് ഡാർക്കായിട്ടും ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സോ ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസിയായി ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്